السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. നമുക്ക് നിസ്സാരമായി തോന്നാവുന്ന വിഷയങ്ങളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ വരികയും അവ സ്വീകരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിക്കുകയും സ്വീകരിക്കാത്ത ആളുകൾക്കുള്ള താക്കീതുകൾ നൽകിയതായും ഒരുപാട് ഹദീസുകളിൽ പല സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ബുഖാരിയും മുസ്ലിമും റഹിമഹുമുള്ള രണ്ടുപേരും ഉദ്ധരിച്ചിട്ടുള്ള മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഊനി മാ തറക്തുകും ഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും കസ്റത്തു സുആലിഹിം വഖ്തിലാഫുഹും അലാ അംബിയാഇഹിം. ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചതിനെ നിങ്ങളും വിട്ടേക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കുക. ധാരാളമായി ചോദ്യങ്ങൾ ചോദിച്ച് നബിയുടെ പിന്നാലെ കൂടരുത് എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ ആ മറുപടികൾ നിങ്ങൾക്ക് പ്രയാസകരമാകും. പ്രവാചകൻ പറഞ്ഞതിനോട് എതിരായ നിലപാട് നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല, മുമ്പുള്ള ആളുകൾ സ്വീകരിച്ചതുപോലെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫൈദാ നഹൈതുകും അൻ ശൈഇൻ ഫജ്തനിബൂഹ്. നിങ്ങളോട് വല്ല കാര്യവും ഞാൻ വിലക്കിയാൽ അത് നിങ്ങൾ വെടിയണം. വൈദാ അമർത്തുക്കും ബി അംരിൻ. നിങ്ങളോട് വല്ല കാര്യവും ഞാൻ കൽപ്പിച്ചാൽ ഫഅ്തു മിൻഹു മസ്തതഅ്തും. നിങ്ങൾക്ക് സാധ്യമായത്ര അതിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവരിക. വേറെ വിശദീകരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ ഹദീസിൽ നിന്ന് ഇവിടെ സാന്ദർഭികമായി മനസ്സിലാക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ കാര്യങ്ങൾ വെടിയണം എന്ന് പറഞ്ഞാൽ വിലക്കുകൾ പൂർണ്ണമായി വെടിയണം. വിലക്കിൽ നിന്ന് കുറച്ചൊക്കെ ഞാൻ ഒഴിവാക്കാം, അല്ലെങ്കിൽ പരമാവധി ഒഴിവാക്കാം, കൂടുതൽ ഞാൻ ഒഴിവാക്കാം, ചിലതൊക്കെ ഞാൻ ചെയ്തു പോകാറുണ്ട്. അങ്ങനെ ഒരു ഉഴുതുറും ഹറാമ് ഒഴിവാക്കുന്ന വിഷയത്തിലില്ല. എന്നാൽ കൽപ്പിച്ച കാര്യങ്ങളിൽ നിങ്ങൾക്ക് സാധ്യമായത് ചെയ്യണം. കാരണം എന്താ? ചിലപ്പോ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. അതിന് കഴിയാത്ത സന്ദർഭങ്ങളിൽ ഇളവുകൾ ഇസ്ലാം നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് സാധ്യമായതെന്താണോ അത് ചെയ്താൽ മതി. എന്നാൽ ഹറാമിന്റെ വിഷയത്തിൽ ഇപ്പൊ പലിശ വാങ്ങരുത്, കള്ളു കുടിക്കരുത്, കക്കരുത്, കളവ് പറയരുത്, ഇങ്ങനെയൊക്കെ വിലക്കിയ കാര്യങ്ങളുണ്ട്. അതിൽ നമുക്ക് സൗകര്യമുള്ളതൊക്കെ ഒഴിവാക്കുക എന്നതല്ല, വിലക്കിയ കാര്യങ്ങൾ പൂർണ്ണമായി ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. അതിൽ പരമാവധി എന്നൊരു പ്രയോഗം തന്നെയില്ല എന്ന് ഇതുപോലുള്ള ഒരുപാട് ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പല പണ്ഡിതന്മാരും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞു വന്ന വിഷയമായി ബന്ധം? നബി കൽപ്പിച്ചത് സ്വീകരിക്കണം, നബി വിലക്കിയത് ഒഴിവാക്കണം. അപ്പൊ ആരിലേക്ക് ചേർത്താ പറഞ്ഞത്? അള്ളാഹുലേക്ക് ചേർത്തല്ല. അതിന്റെ അർത്ഥം നബി വേറൊരു മതം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നതും വിലക്കുന്നതും അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് ഖുർആനിന്റെ വിശദീകരണമായ, ഖുർആനിൽ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ള ബയാൻ അല്ലെങ്കിൽ തിബിയാൻ അല്ലെങ്കിൽ ഹിക്മ എന്ന് പറയുന്നതിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അതൊരു വിശ്വാസി അംഗീകരിക്കേണ്ടതുണ്ട് എന്നാണ്. അബൂദാവൂദ്, തിർമിദി ഇതുപോലുള്ള ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിന്റെ അവസാന ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഇനി ജീവിച്ചിരിക്കുകയാണെങ്കിൽ, അതായത് നബി മരിച്ചിട്ട് പിന്നെയും ജീവിച്ചാൽ, അതുപോലെ ശേഷം വരുന്ന ആളുകൾ ഫസയറ ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. നിങ്ങൾ എന്റെ സുന്നത്തും എന്റെ ശേഷം വരുന്ന ഹിദായത്ത് മാർഗദർശനം നൽകപ്പെട്ട വിവേകികളായ എന്റെ ഖലീഫമാരായ ആളുകളുടെ നടപടിക്രമങ്ങളും സ്വീകരിക്കണം. അല്ലു അലൈഹ ബിൻ നവാജിദ്. നിങ്ങൾ അതിനെ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം. നവാജിദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അണ്ണയിലുണ്ടാകുന്ന അറ്റത്തുള്ള പല്ലിനാണ്. അലറാസ് എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ ഉൾപ്പെടും, രണ്ട് സൈഡിലുള്ള പല്ലുകൾ. എന്നാൽ അതിൽ ഏറ്റവും ഉറപ്പും കടിച്ച് അമർത്തിപ്പിടിക്കാനും പറ്റുന്നത് അറ്റത്തുള്ള പല്ലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആ നവാജിദുകൾ കൊണ്ട്, നിങ്ങളുടെ കൂട്ടിൽ അറ്റത്തുള്ള പല്ലുകൾ കൊണ്ട് നിങ്ങൾ അതിനെ കടിച്ച് മുറുക്കി പിടിക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിട്ടേക്കരുത്. ഏതാണ് മുറുകെ പിടിക്കേണ്ടത്? ഒന്ന് എന്റെ സുന്നത്ത്, പിന്നെ അല്ലെങ്കിൽ എന്റെ സുന്നത്തും ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതോടൊപ്പം നിങ്ങൾ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങൾ സൂക്ഷിക്കണം. അങ്ങനെ ദീനിൽ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങൾ ലലാലത്താണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തുകയുണ്ടായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബിയുടെ സുന്നത്ത് പിന്നെ ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ സഹാബത്തിന് വേറെ ഒരു സുന്നത്തുണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടപ്പിലാക്കിയ, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ നിന്ന് സഹാബികളായ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അതും നിങ്ങൾ സ്വീകരിക്കണം. എന്നാൽ ഇവിടെ ഒരു തർക്കം, അല്ലെങ്കിൽ നബി നടപ്പിലാക്കിയ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയതല്ലാത്ത
വേറെ ഒരു കാര്യവുമുണ്ട് എന്ന് വിചാരിക്കുക. സഹാബത്ത് ഇവിടെ ഖുലഫാഉർ റാഷിദുകൾ എന്ന് പറഞ്ഞ 4 ഖലീഫമാരല്ല, അത് അൽ ഖുലഫാഉൽ അർബഅ, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നു ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ താലിബ്. ഈ 4 ആളുകൾ ഖുലഫാഉൽ അർബഅ എന്നറിയപ്പെടുന്നവരാണ്. എന്നാൽ നബിയോടൊപ്പം ജീവിച്ച സഹാബത്ത് മുഴുവൻ ഈ പറഞ്ഞ ഖുലഫാഉർ റാഷിദീൻ അൽ മഹ്ദിയീൻ എന്ന് പറഞ്ഞവരിൽ ഉൾപ്പെടുന്നവരാണ്. അപ്പൊ സഹാബത്തിന്റെ നടപടിക്രമങ്ങൾ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നബിയുടെ ചര്യയും ഇനി അതല്ലാത്തൊരു കാര്യവും ഉണ്ടായി എന്ന് വിചാരിക്കുക. അപ്പോ ഏത് സ്വീകരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വീകരിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നതായി ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹജ്ജുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. തമത്തുവിന്റെയും അതുപോലെ തന്നെ ഖിറാനുമൊക്കെയായി ബന്ധപ്പെട്ട ഹജ്ജിന്റെ രീതികളെ സംബന്ധിച്ച വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ഇന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾ പ്രതികരിച്ചു, അബൂ സിദ്ദീഖ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, ഞാൻ നിങ്ങളോട് പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. നിങ്ങൾ എന്നോട് പറയുന്നു അബൂബക്കർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഉമർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ആകാശത്ത് നിന്ന് നിങ്ങൾക്കുമേൽ കല്ല് വർഷിക്കുന്നത് ഞാൻ പേടിക്കുന്നു, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന്. അപ്പൊ അതിനർത്ഥം അബൂ സിദ്ദീഖ് ഉമർ ഖത്താബ് മോശപ്പെട്ട ആളുകളായതുകൊണ്ടാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ അബൂബക്കർ പറഞ്ഞതിനോ ഉമർ പറഞ്ഞതിനോ 4 ഖലീഫമാർ പറഞ്ഞതിനോ സ്ഥാനമില്ല. ഒരുപക്ഷേ നബി പറഞ്ഞ കാര്യം അവർക്ക് ലഭിക്കാതെ പോയത് കൊണ്ടാകാം, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയതിലുള്ള വീക്ഷണ വ്യത്യാസങ്ങൾ കൊണ്ടാകാം. നബി പറഞ്ഞു എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ അവിടെ അബൂബക്കറിനോ ഉമറിനോ 4 ഖലീഫമാർക്കോ ആർക്കും ഒരു സ്ഥാനവുമില്ല എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെതിരായി മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞു, അല്ലെങ്കിൽ ഇവിടെ സലഫി പണ്ഡിതന്മാരായ ആളുകൾ തന്നെ സൂചിപ്പിച്ചത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറയും ഇന്ന ശൈഖ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റേ ശൈഖ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖിനും ഉമർ ഖത്താബിന് പോലും നബിയുടെ വാക്കിന് അപ്പുറത്തൊന്ന് പറയാൻ അധികാരമില്ലെങ്കിൽ, പിന്നെ മദ്ഹബിന്റെ ഇമാമുകൾ ആ പരിഗണന ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഏതെങ്കിലും ഒരു ശൈഖിന് ഈ സ്ഥാനമുണ്ടാവുക എന്ന്. ശൈഖ് ഇബ്നുൽ ഉസൈമീൻ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു തർക്കം ത്വാലിബുൽ ഇൽമ തുല്ലാബുൽ ഇൽമുകൾക്കിടയിൽ ഒരു തർക്കമുണ്ടായി. 2 വിഭാഗം വിദ്യാർത്ഥികൾ തർക്കിക്കുകയാണ്. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു തറാവീഹ് 23 നമസ്കരിക്കേണ്ടത്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 23 നമസ്കരിച്ചിട്ടുണ്ട്, അത് അദ്ദേഹത്തിന്റെയും ആ കാലഘട്ടത്തിലുള്ള സഹാബത്തും സ്വീകരിച്ച നടപടിക്രമമാണ്. വേറൊരു വിഭാഗം ആളുകൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത് 11 അല്ലെങ്കിൽ 13, അതുകൊണ്ട് അതാണ് നബിയുടെ സുന്നത്താണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലുണ്ടായ അല്ലെങ്കിൽ ഉമർ നമസ്കരിച്ചു എന്ന് പറയുന്ന റക്അത്തിനേക്കാൾ മുന്തിക്കേണ്ടത്. എന്നിട്ട് ശൈഖ് ഉസൈമീൻ അത് വിശദീകരിക്കാൻ ഇവിടെ ഒരിക്കലും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു 23 റക്അത്ത് നമസ്കരിച്ചിട്ടില്ല. അദ്ദേഹം ആ കാലഘട്ടത്തിൽ നിശ്ചയിക്കപ്പെട്ട ഇമാമുമാരോട് കൽപ്പിച്ചിട്ടുള്ളത് 11 റക്അത്ത് നമസ്കരിക്കാനാണ്. ഇനി ഉമർ റളിയല്ലാഹു അൻഹു 23 റക്അത്ത് നമസ്കരിച്ചു എന്ന് സ്ഥിരപ്പെട്ടാൽ തന്നെ ഉമർ ഖത്താബും അക്കാലഘട്ടത്തിലുള്ള സഹാബത്തും അങ്ങനെ നമസ്കരിച്ചു എന്ന് വന്നാൽ തന്നെ അതിന് യാതൊരു പരിഗണനയുമില്ല. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച സുന്നത്ത് അതാണ് പരിഗണിക്കേണ്ടത്, അതാണ് മുന്തിക്കപ്പെടേണ്ടത്. ഫൈന്നഹു യുഅ്തദറു അൻഹു വലാ യുഹ്തജു ബിഹി വലാ യുജ്അലു ഹുജ്ജതൻ അലാ സുന്നഹ്. നബിയുടെ സുന്നത്തിന് എതിരായി ഖലീഫമാരുടെ വാക്കുകളിൽ നിന്ന് വല്ലതുമുണ്ടായാൽ വമാ ഖാലഫ സുന്നത്തർ റസൂൽ മിൻ അഖ്വാലിൽ ഖുലഫാ, ഖലീഫമാരുടെ വാക്കുകളിൽ നിന്ന് നബിയുടെ സുന്നത്തിനെതിരായി വല്ലതുമുണ്ടായാൽ അതിന് യാതൊരു പരിഗണനയുമില്ല, അത് നബിയുടെ സുന്നത്തിനെതിരിലുള്ള ഹുജ്ജത്താവുകയില്ല. അൽ മുഹിമ്മു അന്ന സുന്നത്തൽ ഖുലഫാഇർ റാഷിദീൻ തഅതി ബഅദ സുന്നത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ സുന്നത്തിന് ശേഷമേ ഖുലഫാകളുടെ സുന്നത്തിന് പരിഗണിക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞാൽ നബിയുടെ സുന്നത്തിനെതിരായി ഒരു കാര്യം വന്നാൽ അതിനെ പരിഗണിക്കേണ്ടതില്ല. ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഇതുപോലെ ഇതൊരു ഉദാഹരണമായി ശൈഖ് ഇബ്നുൽ ഉസൈമീൻ വിശദീകരിച്ചിട്ടുള്ളതാണ്. നബിയുടെ സുന്നത്ത് അതിനാണ് പരിഗണന, അതിനപ്പുറം അല്ലെങ്കിൽ അതിനേക്കാൾ പരിഗണന മറ്റൊന്നിനും സഹാബത്തിന്റെ വാക്കുകൾക്കോ ഇമാമുകളുടെ വാക്കുകൾക്കോ പണ്ഡിതന്മാരായ ആളുകൾക്കോ ശൈഖുമാരായ വാക്കുകൾക്കോ നേതാക്കന്മാരുടെ വാക്കുകൾക്കോ ഒന്നും തന്നെയില്ല എന്നത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ സുന്നത്ത് സ്വീകരിച്ചുകൊണ്ട് അതിനെ വിശ്വാസത്തിന്റെ ഭാഗമായി മുറുകെ പിടിക്കുന്ന യഥാർത്ഥ സുന്നികളായി ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു